ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് ഹൂസ് ലാസ്റ്റ് ഡിജിറ്റ് ആഡ് ടു 10 ആൻഡ് ദ റിമൈനിങ് ഡിജിറ്റ്സ് ആർ ദ സെയിം. അതായത് നമുക്ക് ചില നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് ഫോളോ ചെയ്യാതെ വളരെ ഈസി ആയിട്ട് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഷുഡ് ആഡ് ടു 10. ആ നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടണം. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ദാറ്റ് ദ റിമൈനിങ് ഡിജിറ്റ് ഷുഡ് ബി ദ സെയിം. റിമൈനിങ് ഡിജിറ്റ്സ് സെയിമും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏതൊക്കെയാ? ഫസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ 66ഉം 64ഉം ആണ് എടുക്കുന്നത്. ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 6ഉം 4ഉം ആണ് അല്ലേ. ലാസ്റ്റ് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 10 ആണ് കിട്ടുന്നത്. 6 + 4 10 ആണ് കിട്ടുന്നത്. ആൻഡ് റിമൈനിങ് ഡിജിറ്റ്സ് എന്താണ്? സെയിം ആണ്. ഈ ഡിജിറ്റ്സ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് ഈസി ആയിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കുക എന്നാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 66 × 64 ആണല്ലോ. അപ്പോൾ ഈ നമ്പറിൽ ഇവിടെ സെയിം ആയിട്ട് വന്നിട്ടുള്ള നമ്പർ ഏതാണ്? 6 ആണല്ലോ. ലെഫ്റ്റ് സൈഡിൽ സെയിം ആയിട്ട് വന്നിട്ടുള്ള റിമൈനിങ് ഡിജിറ്റ്സ് സെയിം ആയിട്ടുള്ളത് ഏതാണ്? 6 ആണ്. 6 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മൾട്ടിപ്ലൈ ദ നമ്പർ 6 ബൈ ദ നമ്പർ ദാറ്റ് ഫോളോസ് ഇറ്റ്. ഓക്കെ, 6 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാ നോക്കാം. അത് 7 ആണ്. ആദ്യം നമ്മൾ ഇവിടെ സെയിം ആയിട്ട് വന്നിട്ടുള്ള നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ അത് 6 ആണ്. ദെൻ 6 കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാ നോക്കുക. അതേതാണ്? 7 ആണ്. 6 കഴിഞ്ഞാൽ വരുന്നത് 7 ആണ്. ദെൻ 6 × 7 ചെയ്യാം. 6 × 7 ആൻസർ എത്രയാ? 42. ആ 42നെ നമ്മൾ ഇതാ ഇവിടെ എഴുതണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് വി മൾട്ടിപ്ലൈ ദ റൈറ്റ് ഹാൻഡ് ഡിജിറ്റ്സ് ആൻഡ് റൈറ്റ് ദ ആൻസർ ആസ് ഇവിടെ എത്രയാണ് വരിക? 24. അതായത് റൈറ്റ് ഹാൻഡ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? അവിടെ 6ഉം 4ഉം ആണ്. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എന്ത് എഴുതണം? 24 എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, സോ 66 × 64 ദ ആൻസർ ഈസ് 4224. ഈസി ആയിട്ട് കിട്ടിയല്ലോ. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും സമയം എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 66 × 64 ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കണം. സെയിം ആയിട്ടുള്ള നമ്പർ 6 ആണ്. 6 കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാ നോക്കുക. അത് 7 ആണ്. 6 × 7 ചെയ്യുക. ദെൻ ആൻസർ 42 ഇവിടെ എഴുതാം. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡിജിറ്റ്സ് നോക്കുക. ആ ഡിജിറ്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതേ ആൻസർ നെക്സ്റ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 91 × 99. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുന്നത്. റിമൈനിങ് ഡിജിറ്റ്സ് ആയിട്ട് 9 സെയിം ആണ് വരുന്നത്. റിമൈനിങ് ഡിജിറ്റ്സ് സെയിം ആണ് വരുന്നത്. സോ നമുക്കിത് എങ്ങനെ ചെയ്യണം? ആദ്യം 9 കഴിഞ്ഞാൽ സെയിം ആയിട്ട് വരുന്ന ഡിജിറ്റ് ഏതാ? 9 ആണ്. 9 കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് നമ്പർ 10 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 9 × 10 ചെയ്യുക. ദാറ്റ് ഈസ് 90 എന്ന് നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡിജിറ്റ്സ് നോക്കുക. അതേതാണ്? 1ഉം 9ഉം ആണ്. 1 × 9 എത്രയാണ് ആൻസർ വരുന്നത്? 9 തന്നെയാണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം? 09 എന്ന് എഴുതണം. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് എഴുതണം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 09 എഴുതിയത്. 2 ഡിജിറ്റ് നമ്പർ ആയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം നോക്കിയേ, അപ്പോൾ ആൻസർ കിട്ടിയത് കണ്ടല്ലോ, 9009. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. നെക്സ്റ്റ് 51 × 59. ഇവിടെ എങ്ങനെയാ? ലാസ്റ്റ് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 10 ആണ് കിട്ടുന്നത്. റിമൈനിങ് ഡിജിറ്റ്സ് എന്താണ്? സെയിമും ആണ്. ഓക്കെ, ദെൻ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ സെയിം ആയിട്ടുള്ള നമ്പർ ഏതാ? 5 ആണ്. 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 6 ആണ്. ദെൻ 5 × 6 ചെയ്യുക. ആൻസർ 30 നമ്മൾ ഇവിടെ എഴുതി. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിജിറ്റ്സ് ഏതാണ്? 1ഉം 9ഉം ആണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 9 9 ആണ്. നമ്മൾ 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് എഴുതുമ്പോൾ 09 എന്ന് എഴുതാം. ദ ആൻസർ ഈസ് 3010.
9. ക്ലിയർ ആണല്ലോ. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 107 ഇൻറ്റു 103. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ്സ് എന്താണ്? 7ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ആണ് കിട്ടുന്നത്. ദെൻ റിമൈനിങ് ഡിജിറ്റ്സ് ഇവിടെ ഏതാ? സെയിം ആണ് വന്നിട്ടുള്ളത്, 10 ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 10 കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് നമ്പർ അത് 11 ആണ്. ദെൻ 10 ഇൻറ്റു 11 ചെയ്യാം. സോ ആൻസർ എന്ത് കിട്ടും? 110 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിജിറ്റ്സ് ആയിട്ടുള്ള 7ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറും കൂടെ എഴുതാം. നോക്കി, എത്രയോ എളുപ്പമാണ് അല്ലേ? നമ്മൾ നോർമലി 107 ഇൻറ്റു 103 നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വരുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ പേഴ്സണൽ മെയിൽ ID ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെയിൽ ചെയ്ത് ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് 1-2 എക്സാമ്പിൾസും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ചെയ്യാൻ പോണത് 72 ഇൻറ്റു 78. എങ്ങനെയാണ്? ലാസ്റ്റ് ഡിജിറ്റ്സ് ആയിട്ടുള്ള 2ഉം 8ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 10 ആണ് കിട്ടുന്നത്. റിമൈനിങ് ഡിജിറ്റ്സ് ആയിട്ടുള്ള 7 എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തും സെയിം ആണ് അല്ലേ? റിമൈനിങ് ഡിജിറ്റ്സ് സെയിം ആണ്. ഇപ്പോൾ 2 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? 7 ഇവിടെ സെയിം ആയിട്ടുള്ള നമ്പർ 7 ആണ്. 7 കഴിഞ്ഞ് വരുന്ന നമ്പർ അത് 8 ആണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 8 എത്രയാണ്? 56. ദെൻ ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഈ 2ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 8 എത്രയാണ്? 16. സോ ആൻസർ ഈസ് 5616. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 89 ഇൻറ്റു 81. ആൻസർ എത്രയാണ്? 8 കഴിഞ്ഞാൽ 9 ആണ്. 9 ഇൻറ്റു 8 72 വരും. ദെൻ 9 ഇൻറ്റു 1 9 ആണ് വരിക. 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് എഴുതുമ്പോൾ 09. ആൻസർ സിമ്പിളായിട്ട് കിട്ടി ആണല്ലോ. ഇനി വേറെ 106 ഇൻറ്റു 104. ഓക്കെ, ദെൻ 10 കഴിഞ്ഞാൽ വരുന്നത് 11 ആണ്. 10 ഇൻറ്റു 11 110 എന്ന് കിട്ടും. 6 ഇൻറ്റു 4 24. സോ ആൻസർ ഈസ് ദിസ്. ക്ലിയർ ആണല്ലോ. ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഒരെണ്ണം കൂടെ ചെയ്യാം. 23 ഇൻറ്റു 27. ദെൻ ഇവിടെ 2 കഴിഞ്ഞാൽ 2 എന്ന് ഇവിടെ സെയിം ആയിട്ട് വരുന്ന നമ്പർ 2 കഴിഞ്ഞാൽ വരുന്നത് 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 എത്രയാണ് വരുന്നത്? 6 ആണ്. ദെൻ 7 ഇൻറ്റു 3 എത്രയാണ് വരുന്നത്? 21. സോ ആൻസർ ഈസ് 621. ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ കണ്ടീഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് ഹൂസ് ലാസ്റ്റ് ഡിജിറ്റ്സ് ആഡ് ടു 10 ആൻഡ് ദ റിമൈനിങ് ഡിജിറ്റ്സ് ആർ ദ സെയിം. ഓക്കെ, റിമൈനിങ് ഡിജിറ്റ്സ് ആർ ദ സെയിം. ആ സെയിം ആയിട്ടുള്ള ഡിജിറ്റ് നോക്കുക. ആ ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന നമ്പറായിട്ട് ആ ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിൻ്റെ ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഡിജിറ്റ്സ് നോക്കുക. ആ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസറിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ ദ റിസൾട്ട് ഈസ് റെഡി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.